വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി ജൻ വികാസ് പദ്ധതി പ്രകാരം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് അനുവദിച്ച 83.70 കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം വഴി നടപ്പാക്കുന്ന PMJVK പദ്ധതി പ്രകാരമാണ് ജില്ലാ ആശുപത്രിക്ക് 83.70 കോടി രൂപ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാനായി അനുവദിച്ചത്. ഇത്രയും വലിയ തുക ലഭിച്ചതുകൊണ്ട് തന്നെ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് 5 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ആശുപത്രിയിലെ എല്ലാ വിഭാഗം ഒരു മേൽക്കൂര കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടം പണിയുന്നത്. ULCCS-നാണ് കെട്ടിട നിർമ്മാണ കരാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത്. നാടിൻ്റെ പൊതുവായ വികസനത്തിൽ ഉത്തരവാദിത്വമുള്ളവയാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും. കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന പദ്ധതിയുടെ കീഴിൽ അനുവദിച്ച പണം ഉപയോഗിച്ചാണ് ഇവിടെ ഈ ആശുപത്രി കെട്ടിടം സ്ഥാപിക്കുന്നത്. ജില്ലാ ആശുപത്രി സാധാരണ നിലയിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് എന്ന് പറയുമെങ്കിലും ജില്ലാ പഞ്ചായത്തിനാണ് സാധാരണഗതിയിലുള്ള ചുമതല. ഇവിടെ വടകരയിൽ ആശുപത്രിയുടെ ശേഷി വർദ്ധിക്കുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രിയുടെ കഴിവ് നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക. ഇവിടെ പറഞ്ഞു 83 കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് ചെലവഴിക്കാൻ പോകുന്നത്. അതിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ 50 കോടി രൂപ, സംസ്ഥാന സർക്കാർ 33 കോടി രൂപ. ഇതിലുള്ളൊരു പ്രത്യേകത, ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ 25 കോടി രൂപയും സംസ്ഥാന സർക്കാർ 16 കോടി രൂപയും ഇതിനു വേണ്ടി ലഭ്യമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ 6 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുങ്ങാൻ പോകുന്നത്. 1.5 ലക്ഷത്തോളം ചതുരശ്ര അടി ഉള്ള കെട്ടിടമാണ് ഒരുങ്ങാനിരിക്കുന്നത്. ഇപ്പോൾ വടകര ആശുപത്രിയുടെ എട്ടും മട്ടും ആകെ വലിയ തോതിൽ മാറാനാണ് പോകുന്നത്. പാർക്കിംഗ് സൗകര്യവും 6 ലിഫ്റ്റുകളും, ആളുകൾ വന്നാൽ രോഗികളായവർക്ക് ഇരിക്കാനുള്ള കാത്തിരിപ്പിനുള്ള സ്ഥലവും ഫാർമസിയും, അതിനു പുറമെ 24 OP മുറികളും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ വീണ ജോർജ്, PM മുഹമ്മദ് റിയാസ് എന്നിവർ മുഖ്യാതിഥികളായി. KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PP നിഷ, KV റീന, വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, വാർഡ് കൗൺസിലർ CV അജിത, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി TG അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.